നമ്മളിപ്പോൾ ഉള്ളത് മാനന്തവാടി ബസ് സ്റ്റാൻഡിലാണ്. ഇന്ന് നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കാടും കാട്ടാറും ആനയും കാട്ടിയും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന കാട്ടിലൂടെ ഒരു യാത്ര. ആരും കാണാത്ത അടിപൊളി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് മാനന്തവാടി ബസ് സ്റ്റാൻഡ്. 11:45 മാനന്തവാടി സ്റ്റാൻഡിൽ നിന്നും കുട്ടയ്ക്ക് പോകുന്ന ബസ് KSRTC ആണ്. അതിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ 11:45 തന്നെ നമ്മുടെ ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്തു. കുട്ടയ്ക്ക് പോകുന്ന KSRTC ബസ്സിലാണ് ഞാനുള്ളത്. നമ്മൾ പോകുന്നത് കാട്ടിക്കുളം, ബാവേലി എന്നിവിടങ്ങളിലേക്കാണ്. റോഡിൻ്റെ ഒരു വശം കാടും ഒരു വശം ഗ്രാമവും അടങ്ങിയ കാട്ടിലൂടെയുള്ള ഒരു യാത്രയാണ് കാട്ടിക്കുളത്തേക്കുള്ളത്. ഇതുവരെ അധികമാരും പങ്കുവയ്ക്കാത്ത കിടിലൻ കാഴ്ചകൾ, ടൗണുകളും കാടുകളും ഒന്നിച്ചുള്ള മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മാനന്തവാടി ടൗണും കാട്ടിക്കുളം ടൗണും അതുകൂടാതെ കാട്ടിക്കുളത്തേക്കുള്ള കാട്ടിലൂടെയുള്ള യാത്രയും അടിപൊളിയായിരിക്കും കേട്ടോ. മാനന്തവാടിയും കാട്ടിക്കുളവും അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം. വയനാട് ജില്ലയിലുള്ള ഒരു ടൗണാണ് മാനന്തവാടിയും കാട്ടിക്കുളവും. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ കണ്ടക്ടർ ചേട്ടൻ നമുക്ക് ടിക്കറ്റ് കൊണ്ടു തന്നു. 18 രൂപയാണ് മാനന്തവാടിയിൽ നിന്നും കാട്ടിക്കുളത്തേക്കുള്ള ടിക്കറ്റ്. മാനന്തവാടി ടൗണിനുള്ളിലൂടെയാണ് നമ്മുടെ യാത്ര. വയനാട് ജില്ലയിലെ ഒരുപാട് വീഡിയോസ് ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കയറി കണ്ടോളൂ. മാനന്തവാടി ടൗണിനോട് ചേർന്ന് തന്നെയാണ് പ്രസിദ്ധമായ വള്ളിയൂർക്കാവ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വയനാട്ടിലെ ഏറ്റവും വലിയ ഉത്സവം വള്ളിയൂർക്കാവാണ്. മാനന്തവാടി ടൗണിനോട് ചേർന്ന് തന്നെയാണ് പഴശ്ശിരാജ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ ഒരു മനോഹരമായ മറ്റൊരു കാഴ്ച കണ്ടു. ഇതുണ്ടോ, ഒരു ക്രിസ്ത്യൻ ദേവാലയം കുന്നിൻ്റെ മുകളിൽ. അടിപൊളിയല്ലേ? അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോഴേക്കും ഉണ്ടയങ്ങാടി ടൗണിലെത്തി. ഇതാണ് ഉണ്ടയങ്ങാടി. അടിപൊളി പേരാണല്ലേ? ഇനി അങ്ങോട്ട് നോക്കുമ്പോഴേ ഒരു വശം ഫോറസ്റ്റും ഒരു വശം ടൗണുമാണ്. അതായത് വീടുകളൊക്കെ ഉള്ള സ്ഥലം. റോഡിൻ്റെ ഒരു വശം കാടും. എന്താ, ഈ കാട്ടിൽ നിന്നും ആനകളൊക്കെ ഇടയ്ക്ക് ഈ നാട്ടിലോട്ട് ഇറങ്ങാറുണ്ട്. മാനന്തവാടി ടൗണിൽ നിന്നും തലപ്പുഴ റോട്ടിൽ ഒരു 16 കിലോമീറ്റർ സഞ്ചരിച്ചാലേ മുനീശ്വരൻ കുന്ന് എന്നൊരു അടിപൊളി ട്രെക്കിംഗ് പോയിൻ്റ് ഉണ്ട്. ഞാനിതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. ഉടൻ തന്നെ അങ്ങോട്ടും പോകും. യാത്രകൾ ആസ്വദിക്കുന്നവർക്ക് ഈ റൂട്ടിലൂടെയുള്ള യാത്ര വേറൊരു അനുഭവം തന്നെയായിരിക്കും. ഒരു വശത്ത് കാടും ഒരു വശത്ത് നാടും ഒക്കെ നിറഞ്ഞ ഒരു കിടിലൻ യാത്ര. വൈകുന്നേരങ്ങളിലോ രാവിലെയൊക്കെ ആണെങ്കിലേ
ഈ റൂട്ടിൽ ചിലപ്പം ആനയൊക്കെ കാണാനുള്ള സാധ്യതയും ഒരുപാടുണ്ട്. ഇതാണ് താഴെ 54. ഇവിടെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീടുണ്ട്. ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ മിക്കപ്പോഴും ഇതിലേക്ക് വരാറുണ്ടായിരുന്നു. അമ്മയുടെ അനിയത്തിയുടെ വീടും അതുപോലെ തന്നെ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട് കാട്ടിക്കുളത്ത്, അവിടെയൊക്കെ വരുമായിരുന്നു. പിന്നീട് ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ ഇങ്ങോട്ടൊന്നും വരാൻ സമയം കിട്ടാതെയായി. എങ്കിലും ഈ റൂട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഒരിക്കലും ഇവിടെ വന്ന് വീഡിയോ എടുക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇന്ന് സമയം കിട്ടിയപ്പോൾ ഇങ്ങോട്ടേക്ക് വെച്ച് പിടിച്ചത്. ഈ കാട്ടിലൂടെയുള്ള യാത്രയെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഈ റൂട്ടിന് യാത്ര ചെയ്യുമ്പോഴേ ഒരുപാട് KSRTC ബസ്സുകളും പ്രൈവറ്റ് ബസ്സുകളും ഒക്കെ യാത്ര നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ റൂട്ടിൽ പോകുമ്പോഴേ വയനാട്ടിലെ മറ്റൊരു പ്രസിദ്ധമായ സ്ഥലമുണ്ട്, കുറുവാ ദ്വീപ്. അതിതാ ഈ വലതുവശത്തേക്കുള്ള റോട്ടിലൂടെയാണ് പോവുക. ഇവിടുന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററത്തെ അങ്ങോട്ട് ദൂരവും ഉണ്ട്. അങ്ങനെ സമയം പോയതറിഞ്ഞില്ല. കാട്ടിക്കുളത്തേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ മാനന്തവാടി ടൗൺ കണ്ടു, കാട് കണ്ടു. ഇനി നമ്മൾ കാണാൻ പോകുന്നതാണ് കാട്ടിക്കുളം ടൗൺ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്തോളൂ, ഷെയർ ചെയ്തോളൂ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തോളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ ബസ് അങ്ങനെ കാട്ടിക്കുളം ബസ് സ്റ്റാൻഡിലോട്ട് കയറിയിരിക്കുകയാണ്. ഇതാണ് കാട്ടിക്കുളം ബസ് സ്റ്റാൻഡ്. നമ്മളങ്ങനെ കാട്ടിക്കുളം ബസ് സ്റ്റോപ്പിലെത്തിയിരിക്കുകയാണ്. ഇതാണ് കാട്ടിക്കുളം. ഇനി എൻ്റെ ഒരു കസിനുണ്ട്, ആളെ ഒന്ന് കാണാനുണ്ട്. ഇതാണ് അപ്പോൾ കാട്ടിക്കുളം ടൗൺ. അത്യാവശ്യം വലിയ ടൗണാണ് കാട്ടിക്കുളം. കാട്ടിക്കുളം അത്യാവശ്യം വലിയ ടൗണാണ്. ഞാൻ ആ ടൗണിലൂടെ തെരപ്പര നടക്കുക. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകനും കുടുംബവും താമസിക്കുന്നത് കാട്ടിക്കുളത്താണ്. ഇപ്പം ഞാനിവിടെ വന്നതറിഞ്ഞിട്ട് നമ്മുടെ ബ്രദർ വന്നിട്ടുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കാണാൻ പോകുന്നത്. കസിൻ ബ്രദറാണ് രാജു ചേട്ടായി. മൂപ്പര് കാട്ടിക്കുളത്താണ് വർക്ക് ചെയ്യുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്.
അങ്ങനെ കാട്ടിക്കുളത്ത് നിന്ന് അടിപൊളി ഒരു ഉച്ചഭക്ഷണവും കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ചോറും കറിയും ഉപ്പേരിയും അതുപോലെ തന്നെ ബീഫും വാങ്ങിയിരുന്നു. ഞങ്ങൾ രണ്ടാളുടെ ഉച്ചയ്ക്ക് ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിച്ചത്. അതിനുശേഷം അവിടെ നിന്ന് ഞങ്ങൾ പിരിഞ്ഞു. അങ്ങനെ ഉച്ചഭക്ഷണം കഴിച്ചു. ഞങ്ങൾ രണ്ടാളും രണ്ട് വഴിക്ക് പിരിഞ്ഞു. എൻ്റെ യാത്ര കേരള കർണാടക അതിർത്തി ഗ്രാമമായ ബാവേലി, ഒരു കിടിലൻ സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കാട്ടിലൂടെയാണ് യാത്ര. ഇതുവരെ നമ്മൾ ചെയ്ത അതേ സ്പോട്ടിലൂടെയുള്ള വേറൊരു യാത്രയാണ് ഇനിയും മുന്നോട്ടുള്ളത്. ബാവേലി നല്ല അടിപൊളിയൊരു സ്ഥലമാണ്. അവിടുത്തെ കാഴ്ചകൾ അതിമനോഹരവുമാണ്. എൻ്റെ യാത്ര അവിടേക്ക് തുടങ്ങിക്കഴിഞ്ഞു. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ബാവേലിയിലെ കാഴ്ചയും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കണ്ട. ബൈ ബൈ.